അമ്മേ മഹാമായി, ഭദ്രകാളി എന്ന് പറയുന്നത് ആശ്രിത വത്സലയാണ്. ഭഗവതി ഭക്തരെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. അവർക്ക് വരുന്ന കഷ്ടനഷ്ടങ്ങളെയെല്ലാം മാറ്റിത്തരുന്ന പ്രപഞ്ചശക്തിയാണ്. ഈ അമ്മയെ നിന്ദിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കാരണം നിന്ദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതം ഭയാനകമായിട്ടുള്ള പ്രയാസങ്ങളിലേക്ക് ചെന്നപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അമ്മയുടെ വാത്സല്യം അറിഞ്ഞിട്ടുള്ളവരാകട്ടെ എത്ര വലിയ കുഴികളിൽ അകപ്പെട്ടു പോയാലും അതിൽ നിന്നെല്ലാം രക്ഷ നേടി അവരുടെ ജീവിതം നല്ല വഴിക്ക് എത്തിച്ചേരുകയും ചെയ്യും. പക്ഷേ ഭഗവതിയുടെ ലീലാവിലാസങ്ങളിൽ ചില പരീക്ഷണങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. കാര്യം ചില ഭക്തരുടെ ആ ഭക്തി ചിലപ്പോൾ കാപഢ്യം നിറഞ്ഞതാണോ, അതിന് ഒരു ഉള്ളില്ലയോ എന്നൊക്കെ ഭഗവതി വീക്ഷിച്ചറിയാറുണ്ട്. ഭക്തർക്ക് പല വിധത്തിലാണ് ഭഗവതി ദർശനം കൊടുക്കുക. മിക്കവർക്കും സ്വപ്നത്തിലാണ് ഭഗവതിയുടെ ദർശനം സിദ്ധമാകുക. പക്ഷേ ഭഗവതിയെ സ്വപ്നം കണ്ടു, എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം, എന്താണ് അമ്മ എന്നോട് പറഞ്ഞത് എന്നുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഭഗവതി സ്വപ്നത്തിലൂടെ നൽകുന്ന 7 സൂചനകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഭദ്രകാളിയെ ഇതിനകം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലോ ഇനി നാളൊരു കാലത്ത് ഭദ്രകാളിയെ സ്വപ്നം കാണുകയാണെങ്കിലോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ അടുത്ത് അമ്മ ചില ആജ്ഞകൾ, നിർദ്ദേശങ്ങൾ നൽകുകയാണ് എന്നുള്ളത്. ഭഗവതി എപ്പോഴും ആജ്ഞാസ്വരൂപിണിയാണ്. ഭഗവതി കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ്. ഒരു നിർദ്ദേശം പോലെ നമ്മളത് സ്വീകരിക്കണം. ഭഗവതിയുടെ അരുളപ്പാട് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നവും ഇതിന്റെ അർത്ഥവും നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ തികഞ്ഞൊരു ഭദ്രകാളി ഭക്ത അല്ലെങ്കിൽ ഭക്തനാണെങ്കിൽ ഇതിനെ കുറിച്ച് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കണം. അതാണ് അമ്മ നൽകുന്ന സന്ദേശം. അപ്പോൾ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന് കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ സൗജന്യമായിട്ട് ലഭിക്കുന്നതുമാണ്. പിന്നെ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരും. എങ്കിൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇതും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അമ്മ ഭദ്രകാളി നമുക്ക് ചില സൂചനകൾ നൽകും എന്ന് പറഞ്ഞല്ലോ. പ്രധാനമായിട്ടും രാത്രിയുടെ മൂർധന്യത്തിലാണ് ഇത്തരം സ്വപ്നത്തിലൂടെ ഭഗവതി സന്ദേശങ്ങൾ കൈമാറുക. പക്ഷേ പലപ്പോഴും അമ്മയെ സ്വപ്നം കണ്ടു, പക്ഷെ എന്താണ് കണ്ടത് എന്നുള്ളത് പുലർച്ചെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഉണർന്നു കഴിയുമ്പോൾ പലരും മറന്നു പോകാറുണ്ട്. അത്തരം സന്ദേശങ്ങൾ ഭഗവതി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശമായിട്ടാണ് കരുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് അമ്മ തന്നെ അത് കൃത്യസമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും, ഇന്നതാണ് വേണ്ടതെന്ന്. പക്ഷേ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ രാവിലെ ഉണരുമ്പോൾ നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാവും, നമ്മൾ ഇന്നതാണ് കണ്ടത്. ചിലരാകട്ടെ ഈ സ്വപ്നങ്ങൾ കണ്ട് പകുതിയിലെത്തുമ്പോൾ തന്നെ ഞെട്ടി ഉണരും. അപ്പോൾ ഈ സ്വപ്നങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കാളിയമ്മ നമ്മെ പിന്തുടരുന്നതായി കണ്ടാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നമ്മളൊരു വിജനമായ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പരിസരത്തോ എവിടെ നിന്നപ്പോ അമ്മ ഭഗവതി നമ്മുടെ പിന്നാലെ വരുന്നതായിട്ട്, നമ്മൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ പുറകിലൂടെ വരുന്നുണ്ട്, നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അമ്മ നമ്മെ പിന്തുടരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അമ്മ പുറകെ വരുന്നത് നമ്മുടെ കാവലാളായിട്ടാണ്. നീ പേടിക്കേണ്ട കുഞ്ഞെ, നിന്നെ സംരക്ഷിക്കാൻ ഞാൻ നിന്റെ പിന്നാലെ നിഴല് പോലെയുണ്ട്. നീ ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ തച്ചുടയ്ക്കും. നിനക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ഞാൻ തരും എന്നുള്ളൊരു സൂചനയായിട്ടാണ് ഭഗവതി നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ മാന്ത്രികരായിട്ടുള്ള ആൾക്കാർക്ക് ഈ സ്വപ്നം കാണുമ്പോൾ പിന്നെ അവരുടെ അത്രയും നാളുള്ള പവർ എൻ്റെ എത്രയോ ഇരട്ടിയാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇവർ എത്രയോ കാലം ഉപാസന എടുക്കുന്നു. അത് ഉപാസനയ്ക്ക് ഒടുവില, ആ ജപങ്ങൾക്കും ആ ഹോമങ്ങൾക്കും ഒടുവിലാണ് ഭഗവതി ഇങ്ങനൊരു സ്വപ്നം കാണിച്ചു കൊടുക്കുക. പക്ഷേ പലർക്കും അങ്ങനെയല്ല. സാത്വികമായിട്ടുള്ള ഭക്തർക്ക് പലപ്പോഴും ഇടയ്ക്കെപ്പോഴും സ്വപ്നത്തിൽ ഇങ്ങനൊരു, വളരെ റയറാണെങ്കിലും ഇങ്ങനൊരു അനുഭവം കിട്ടാറുണ്ട്. അവർ പരമഭക്തരാണ്, അവർ പരമപുണ്യമുള്ളവരാണ്. ഇങ്ങനൊരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു ജന്മപുണ്യമായിട്ട് തന്നെ കരുതാം. രണ്ടാമത്തത്, നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലായിട്ട് ഭഗവതി നടന്നു പോകുക എന്നുള്ളത്. ഇതൊരു ശ്രദ്ധിക്കേണ്ട സ്വപ്നമാണ്. കാര്യം ഇവിടെ ഭഗവതി പറയുന്നത്, നീ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി അത്ര നല്ലതല്ല. നിനക്ക് എവിടേക്കോ വഴി പിണഞ്ഞിരിക്കുന്നു. നിന്റെ സ്വഭാവത്തിൽ, നിന്റെ കർമ്മത്തിൽ എല്ലാം നീ കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നിന്റെ വഴികാട്ടിയായിട്ട് മുന്നിൽ നടക്കുന്നുണ്ട്.
നീ ഇത്രയും നാളുമുള്ള നിന്റെ ശീലങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നടക്കണം. നിനക്ക് ദുർസ്വഭാവങ്ങളോ ദുശീലങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. എന്നിട്ട് നീ എൻ്റെ പാതയെ സ്വീകരിക്കണം. എങ്കിലേ നിനക്ക് നേർവഴി എന്ന് പറയുന്നത് ലഭ്യമാകൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നോടൊപ്പം കൂടെയുണ്ട് എന്നുള്ളൊരു സൂചനയാണ് അമ്മ തരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണമെങ്കിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ പ്രവണതകളൊക്കെ ഉണ്ട് അതിനെയൊക്കെ മാറ്റിവെക്കണം. ഇത് അമ്മ സൂചന ഇട്ടൊക്കെയാണ്. നമ്മൾ അങ്ങനെ മാറിയില്ലെങ്കിൽ ചിലപ്പോൾ അമ്മ നമ്മളെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് പോലും വന്നേക്കാം. കാര്യം അമ്മ ശിഷ്ടരക്ഷക ആണെങ്കിലും ദുഷ്ടസംഹാരിണിയും കൂടിയാണ്. അതായത് അമ്മയെ ഉപാസിക്കുക എന്നിട്ട് മോശം പ്രവൃത്തികൾ ചെയ്യുക ഇതൊന്നും അമ്മ പൊറുക്കില്ല. കാര്യം അമ്മ ശാസിക്കും. അമ്മ നമ്മുടെ അമ്മ തന്നെയാണ്. നമ്മുടെ അമ്മ എന്താ ചെയ്യുന്നത്? നമ്മൾ തെറ്റ് കാണിച്ച് പിടിച്ച് 4 അടി തരും ഇല്ലേ? പണ്ടത്തെ അമ്മമാരങ്ങനെയാണ്. ഇന്നത്തെ അമ്മമാർ വീണ്ടും ചില തെറ്റുകൾ കണ്ടാൽ അത് മൂടി വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക, കുട്ടികളെ സംരക്ഷിക്കുന്ന രീതിയുണ്ട്. പക്ഷേ നമ്മുടെ പ്രാപഞ്ചികമായിട്ടുള്ള ഈശ്വരി അങ്ങനെയല്ല. നമ്മൾ തെറ്റായ വഴിയായിട്ട് ഉപദേശിക്കും, പിന്നെ പറ്റില്ലെങ്കിൽ 2 അടി തരും. അതാണ്. അപ്പോൾ അമ്മയുടെ അടി നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ശീലങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഭഗവതി നമ്മുടെ ശിരസിൽ കൈവയ്ക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇത് നല്ല മഹത്തരമായിട്ടുള്ളൊരു സ്വപ്നമാണ് കേട്ടോ. അതായത് നമ്മുടെ ഇതുവരെയുള്ള കഷ്ടനഷ്ടങ്ങളെല്ലാം ഭഗവതി വലിച്ചെടുത്തു കഴിഞ്ഞു. ആ ഊർജം മൊത്തം അങ്ങ് എടുത്തു കഴിഞ്ഞു നെഗറ്റീവായിട്ടുള്ളത്. ഇനി നമ്മൾ സംശുദ്ധമാണ്. നമ്മിലേക്ക് അനുഗ്രഹത്തിന്റെ നല്ലൊരു വർഷം എത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളുണ്ടായിരുന്ന പ്രയാസങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചൈതന്യങ്ങളും അമ്മ നൽകുന്നതാണ്. അതായത് നമ്മുടെ ചാരത്തിൽ തന്നെ അമ്മയുണ്ട്. അമ്മയുടെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ട് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. ഇനി 4ാമത്തെ കാര്യം, അമ്മ പള്ളിവാള് വേണ്ടി കോപിഷ്ഠയായിട്ട് നമ്മുടെ നേർക്ക് ഓടി വരുന്നത് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ്, നമ്മുടെ പ്രവൃത്തികളിലോ നമ്മുടെ ശീലങ്ങളിലോ എന്തൊക്കെയോ മോശത്തരങ്ങളുണ്ട്, അത് നമ്മൾ ഉടനെ മാറ്റണം. ഇല്ലെങ്കിൽ അമ്മയുടെ കോപത്തിന് നമ്മൾ ഇരയാകേണ്ടി വരും. നമ്മൾ എന്തൊക്കെയോ ചെറിയ രീതിയിലായാലും തെറ്റുകളോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് പിഴ പറയണം. എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലോ മറ്റൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിഴ പറയണം എന്നൊക്കെയുള്ള സൂചനയാണ് അമ്മ നൽകുന്നത്. നല്ലൊരു ഭദ്രകാളി ഭക്തനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അമ്മയുടെ ഈ നിർദ്ദേശത്തെ പാലിക്കുകയും അതുവഴി നിങ്ങൾ ഭഗവതിയുടെ അടുത്ത് സംസ്ഥാപരാധം ക്ഷമയായിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. എന്നാൽ ചിലപ്പോൾ ചിലർക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ലോ എന്നിട്ടും ഭഗവതി എൻ്റെ നേർക്ക് ഇങ്ങനെ കോപിഷ്ഠമായിട്ട് വരാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ കുടുംബക്ഷേത്രത്തിൽ പോവുക. അവിടെയുള്ള വഴിപാടുകൾ യഥാവിധി ചെയ്യുക. കാര്യം കുടുംബക്ഷേത്രത്തിൽ ഭഗവതി കോപിച്ചിരിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ലക്ഷണം കാണിക്കാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. 5ാമത്തെ കാര്യം, ഒരു വലിയ കിടങ്ങിൽ ഒരു കുഴിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഭഗവതിയുടെ സ്വരൂപം തെളിഞ്ഞു വരുന്നു. ഇത് വളരെ നല്ലൊരു സൂചനയാണ് കേട്ടോ. ഭഗവതി നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറ്റാൻ വേണ്ടിയിട്ട് ഭഗവതി നമ്മുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ വിഷമതകളിൽ ദുഃഖിക്കേണ്ട. നമുക്ക് പുതിയ പുതിയ പോംവഴികൾ അമ്മ തുറന്നു തരും. നമ്മൾ അമ്മയെ ഉപാസിച്ച് നമ്മുടെ കർമ്മത്തെ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. 6ാമത്തെ കാര്യം, പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഗ്രഹം ചലിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കണ്ണുകൾ ഇമചിമ്പുന്നതായിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത്. അതായത് നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഭഗവതിയുടെ കൃഷ്ണമണികളിൽ ഒരു ഇളക്കം, ആ വിഗ്രഹത്തിനൊരു ചലനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് അമ്മയുടെ അനുഗ്രഹം, നമ്മുടെ ഭക്തി എല്ലാമാണ് ഇവിടെ സൂചന. നമ്മുടെ ഭക്തിയെ ഭഗവതി പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കൃത്യമായ രീതിയിൽ വരുന്നുണ്ട്. അമ്മ നമ്മളെ ചാരത്തേക്ക് ചേർത്തണയ്ക്കുന്നുണ്ട്, മാറിലേക്ക് പിടിച്ചമർത്തി ആലിംഗനം ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള സൂചനയാണ്. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സ്വപ്നമാണ്, നല്ലൊരു സൂചനയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദേവി നമ്മെ അടിക്കുന്നതായോ മറ്റോ സ്വപ്നം കണ്ടാലാണ്. അതായത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ചാട്ടവാറ് പോലെയോ എന്തോ കൊണ്ടുവന്ന് ദേവി നമ്മളെ അടിച്ചിട്ട് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു വിപത്തിനെ, ആപത്തിനെ ഭഗവതി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 2ാമത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായിട്ടുള്ള ചില മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. അതായത് തെറ്റായിട്ടുള്ള ചില ഉപാസനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാറ്റണം എന്നുള്ള രീതിയിലും ഭഗവതി ഇങ്ങനെ പറയാറുണ്ട്. ആദ്യത്തേല് എന്ന് പറഞ്ഞാൽ സൂചന എന്ന് പറഞ്ഞാൽ അമ്മ ചുവന്ന പട്ട് മാത്രം ഉടുത്ത രൂപത്തിൽ വന്ന് നമ്മൾ അടിക്കുന്നതായിരിക്കും. 2ാമത്താണെങ്കിൽ രക്തമൊലിപ്പിച്ചിട്ടുള്ള രൂപത്തിൽ നിണം കൊണ്ട് നിൽക്കുന്നതായിട്ട് രൂപത്തിൽ വന്നിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ പാപത്വങ്ങളോ മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മാറി നടക്കണം, ഭഗവതിയുടെ തിരുനടയിൽ ചെന്ന് മാപ്പ് പറയണം എന്നൊക്കെയുള്ളൊരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ ഇത്തരം നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. പണ്ടത്തെ മാന്ത്രികരായിട്ടുള്ള ആചാര്യന്മാരെല്ലാം തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഡയറി കുറിപ്പ് എഴുതും പോലെ അതിൻ്റെ ഏറ്റവും കീഴ്ഭാഗത്ത് താൻ ഭദ്രകാളി ദേവിയെ ദർശിച്ചത് ഇന്നതായിരുന്നു, ഇന്ന ആശയമായിരുന്നു അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നൊക്കെ കുറിച്ചു വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. പല താളിയോല ഗ്രന്ഥങ്ങളുടെയും പിൻഭാഗത്ത് അവരുടെ ഒരു അനുഭവം, സ്വാനുഭവം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കായിരുന്നു. പല പല കാര്യങ്ങളാണ്. അപ്പൊ അവർ കണ്ട സ്വപ്നങ്ങളും അതിന്റെ ഫലങ്ങളും അവരിങ്ങനെ കുറിച്ചു വെച്ചിരുന്നത് നിന്നാണ് നമ്മുടെ ഇത്തരം സ്വപ്നഫലങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ ആചാര്യന്മാർ പകർത്തിയെടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ പറഞ്ഞ 7 കാര്യങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിൽ കടന്നു വന്നിട്ടുണ്ടോ?
എന്നൊക്കെയുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുക. ഇനി മറ്റൊരാൾ സ്വപ്നം ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഇന്നതാണ് ആശയം എന്നുള്ള മനസ്സിലാക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവികപരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട അധികം പേർക്ക് പറഞ്ഞു നടക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ആചാര്യന്റെ അടുത്ത് മാത്രം ചോദിക്കുക, അല്ലാതെ എല്ലായിടത്തും പറഞ്ഞു നടക്കരുത്. എന്നാൽ സ്വപ്നത്തിന്റെ ഗുണം കുറയും. ഏതൊരു ദേവതയും സ്വപ്നം കാണുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഭദ്രകാളിയുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അതിന്റെ സാരാംശം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് ശിവന്റേത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തായാലും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.